ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. നമ്മളെത്തിയിരിക്കുന്നത് ദുബായിലെ ഏറ്റവും പഴയ ഒരു ഹെറിറ്റേജ് സെൻറ്ററിലാണ്. യുഎഇയിലെ എമിറാത്തി വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് അൽ ഫഹദ് ഹിസ്റ്റോറിക്കൽ നൈബർഹുഡ് മ്യൂസിയം ആണ്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം ആണ്. ഇവിടെ നമുക്കിവിടെ പഴയ യുഎഇയുടെ പഴയ ചരിത്ര ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. പണ്ട് അവരെങ്ങനെയാണ് ജീവിച്ചത്, പിന്നെ അവരുടെ ജീവിതരീതി, അവരുടെ ആദ്യത്തെ മര്യാദ, അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ആ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് നോക്കാം ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ എമിറാത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ നോക്കാം. എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന അറേബ്യൻ ഹോസ്പിറ്റാലിറ്റിയാണ്. നമുക്ക് കോഫി അല്ലെങ്കിൽ അറബിക് കോഫിയാണ്. മധുരം ഉണ്ടാവില്ല, പക്ഷേ ഡയബറ്റിക്കാരാണെങ്കിൽ കുടിക്കാം. ചായ മധുരം ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ ആദ്യം വരുന്നത്. വെൽക്കം ടു എമിറാത്തി ഹൗസ്. ഇതാണ് എമിറാത്തി ഹൗസ്. ഇത് എമിറാത്തിയുടെ വീട്. 1900 തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എമിറാത്തികൾ ജീവിച്ചത് അത്തരത്തിലുള്ള വീടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ ബുർജ് ഖലീഫ പോലത്തെ അല്ലെങ്കിൽ ബുർജ് ഖലീഫ പോലത്തെ അല്ലെങ്കിൽ ബുട്ടീക് ഹൗസസ്, വെർസാച്ചെ എന്ന് പറയുന്ന ബ്രാൻഡ്, അല്ലെങ്കിൽ ഗുച്ചി എന്ന് പറയുന്ന ബ്രാൻഡ്, അല്ലെങ്കിൽ ബുൾഗാരി എന്ന് പറയുന്ന ബ്രാൻഡ്, ഫെൻഡി എന്ന് പറയുന്ന ബ്രാൻഡ്, ഇത്തരത്തിലുള്ള ഫാഷൻ ബ്രാൻഡ്സ് ഉണ്ടാക്കുന്ന വീടുകളുണ്ട്. പക്ഷേ അതിനകത്ത് സോഫ്റ്റ്വെയർ മെറ്റീരിയൽസൊക്കെ ഡിസൈൻ ചെയ്യുന്ന അർമാനിയാണ്, വെർസാച്ചെയാണ്, ഗുച്ചിയാണ്. അപ്പൊ അത്തരത്തിലുള്ള വീടുകളിലേക്ക് മാറിയുള്ള ജനതയുടെ ഏറ്റവും തുടക്കകാലമാണ് നമ്മൾ ഈ കാണുന്നത്. ചേട്ടൻ താമസിക്കുന്ന വീടുകളാണ്. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം ഒരു റൂമല്ല, അതൊരു കോർട്ട്യാർഡാണ്. നമ്മൾ നേരെ മുകളിൽ കാണുന്നതാണ് ഈന്തപ്പനയുടെ പാം ട്രീ ലീവ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ റൂഫിൽ നമുക്ക് കാണാം. ബട്ട് നമുക്ക് നിയമ സൈഡിലൊക്കെ നമുക്ക് കാണാം ഒരു ചെറിയൊരു ബാൽക്കണി പോലെ അല്ലെങ്കിൽ ടെറസ് പോലെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയാണ് ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളോ. ഈ സ്ഥലത്ത് പറയുന്ന പേരാണ് മജ്ലിസ് എന്ന് പറയുന്നത്. ഒരു ഗാദറിംഗ് പ്ലേസ് ആണ് നമ്മൾ കാണുന്ന മജ്ലിസ് എന്ന് പറയുന്നത്. ഇജ്ലിസ് എന്ന് പറയുന്ന ഒരു അറബിക് വാക്കിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. മജ്ലിസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഭാഗമാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരാൾ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം റിസീവ് ചെയ്യുന്ന ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന ഒരു ഗസ്റ്റ് റിസീവിംഗ് ഏരിയ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമാണ് നമ്മൾ ഈ കാണുന്ന മജ്ലിസ് എന്ന് പറയുന്ന ഭാഗം. ഇത് കൂടാതെ മറ്റു പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഈ ഭാഗത്ത് ഒരു ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, ആ സമയത്ത് സ്കൂളിലുണ്ടായിരുന്നു. സ്കൂളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു ഭാഗത്ത് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഏറ്റവും വലിയ വീട് ഏതാണോ അവിടെ ആ വീടിന്റെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഗോത്രത്തിലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്ന ഭാഗമാണ്. ഏറ്റവും ബേസിക് ആയിട്ട് എറ്റിക്കറ്റ്സും മാത്തമാറ്റിക്സും മറ്റു ലാംഗ്വേജസും പഠിപ്പിച്ചിരുന്ന ഭാഗം കൂടെയാണ് നമുക്ക് ഈ കാണുന്ന ഭാഗം. ഇത് കൂടാതെ തന്നെ ഈ ഗോത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ട്രൈബിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അവരുടെ അവർ പാർലമെന്റ് പോലെ നമുക്ക് ഞാൻ വേണമെങ്കിൽ ഉദ്ദേശിക്കാൻ പറ്റും. കാരണം ഇത് ഇത്രയും ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഒരു രാജ്യമാണ്. ഈ ഒരു കൾച്ചർ സെൻറ്ററിൽ തന്നെ ഇങ്ങനെ നാരോ വഴികളാണ്. ഈ വഴികളിലൂടെ ഇങ്ങനെ പോകുന്നതിന് പല തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം. ആർക്കിടെക്ചറൽ ഐറ്റംസ്, ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കാണാൻ പറ്റും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക ഒരു മൂഡാണ്. ദുബായിയുടെ ബിസി ലൈഫിൽ നിന്ന് നമുക്ക് വേറെ തന്നൊരു മൂഡിലേക്ക് മാറുന്നത് പറയാം. ഈ SMCCU പുറത്ത് നിന്നാൽ തന്നെ ഒരു പഴയ എമിറാത്തി ഹൗസ് പോലെയാണ് തോന്നിക്കുക. വിൻഡ് ടവർ സ്റ്റൈല് ആർക്കിടെക്ചർ, പിന്നെ നാച്ചുറൽ AC സിസ്റ്റം, അകത്ത് കയറുമ്പോൾ തന്നെ കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് സിറ്റിയിൽ നിന്ന്. ഇവിടുന്ന് എമിറാത്തി ഫുഡ് ട്രൈ ചെയ്യാം. പലതരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. എല്ലാം ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് ഐറ്റംസ്, അങ്ങനെ പല ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇവിടുന്ന് നമുക്ക് ഇവിടെയുള്ള ലോക്കൽ ആളുകളായിട്ട് ഇങ്ങനെ സംസാരിക്കാം. അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വരുന്നൊരു ഏരിയ തന്നെയാണ്. ഈ നാരോ ആയിട്ടുള്ള ഒരു വഴികൾ കൂടെ ഇങ്ങനെ പോകുമെന്നറിയാം.
ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് വഴിതെറ്റിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇതുവഴി ഹോട്ടൽ അപ്പുറത്തെ വഴിയോ എങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും മുമ്പോട്ട് നടന്ന ഹോട്ടൽ എന്താ സ്ഥിതി എന്നറിയില്ല. നമ്മൾ കൂടുതലുള്ള ആൾക്കാർ ആരെയും കാണുന്നില്ല. കുറച്ച് കൊണ്ട് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവരെയും കാണായിരിക്കും. ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലുള്ള സബീൽ പാലസിലാണ്. സബീൽ പാലസിൻ്റെ എൻട്രൻസ് ഭാഗമാണ് ഇതെന്ന് പറയാം. ഒരിക്കലും അടച്ചിടാത്ത പാലസ്. എൻട്രൻസ് ഓഫ് സബീൽ പാലസ്. ദുബായിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പാലസാണ് ഇത്, സബീൽ പാലസ്. ഇതിൻ്റെ എൻട്രൻസ് എല്ലാ പ്രാവശ്യവും തുറന്നിടുന്നു പറയും. പൊതുജനങ്ങൾക്ക് വേണ്ടി ഏത് നിമിഷവും ഏത് സമയത്തും കയറി ചെല്ലാൻ വേണ്ടിയിട്ട് എപ്പോഴും തുറന്നിടും എന്നുള്ളൊരു വിശ്വാസമാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാം. പക്ഷേ ഞങ്ങളിതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ അവിടെ പകുതി വരെ പോകാൻ പറ്റിയിട്ടുള്ളൂ. അതിനങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അവിടെ 2 വണ്ടികളിട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം. അപ്പോൾ നമ്മൾ ഇത് നേരെ കണ്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്. അവിടുത്തെ വീഡിയോ നോക്കാം. അതുപോലെയാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യം അതിൻ്റെ ട്രങ്ക് കാണാം. ഇതിനുശേഷം നമുക്ക് എന്താ 2 സൈഡിലേക്കും വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇലകൾ പോലെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. ഇതൊരു ടൗൺഷിപ്പാണ്. ഈ ടൗൺഷിപ്പിനകത്ത് ഫസ്റ്റ് ഈ ട്രങ്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വണ്ടി ഇറങ്ങി പോകുന്ന ട്രങ്കിലേക്കാണ്. ആ ട്രങ്കിനകത്ത് അപ്പാർട്ട്മെന്റ്സ് ആണ്. 2500 അപ്പാർട്ട്മെന്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2 വശങ്ങളിലുമായിട്ട് ഷോർലൈൻ അപ്പാർട്ട്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന 2500 അപ്പാർട്ട്മെന്റുകൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ കാണുന്ന 2 സൈഡിലേക്കുമുള്ള ലീവ്സ് പോലെ കാണുന്ന ഫ്രോൺസ് എന്ന് വിളിക്കുന്ന ആൽഫബറ്റിക് ഓർഡറിലുള്ള ഫ്രോൺസ് കാണാൻ പറ്റും. ഈ ഓരോ ഫ്രോൺസിനകത്ത് 100 വില്ലകളാണ്, 100 villas. So we have 16 fronts, so equal to 1500 villas. 1500 വില്ലകളാണ് ഈ 2 ഭാഗത്തും കാണുന്നത്. ഇത് കൂടാതെ ആ നിൽക്കുന്ന ഒരു മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമുക്ക് ഒരു സെമി സർക്കിൾ കാണാം ചുറ്റിയതില്ല. ഇതിനെ പറയുന്ന പേരാണ് ക്രിസന്റ് എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗം ചുമ്മാട്ടിക്കല്ല, ഒരു പ്രൊഡക്ഷൻ വാള് മാത്രമാണെങ്കിൽ പോലും അതിനകത്ത് 33 5-star ഹോട്ടലാണ് നമ്മൾ കയറാൻ പോവാണ്. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബുർജ് ഖലീഫയും ബുർജ് ഖലീഫയും 2 ഐക്കോണിക് ടവർ നമുക്ക് എന്ത് ചെയ്യാം ഒരേ ഫ്രെയിമിൽ കിട്ടും. ലെഫ്റ്റ് സൈഡിൽ കാണും. നിങ്ങൾ ഇന്നലെ പോയതോടെ ക്രീക്കിലാണ് നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ? ഈ കാണുന്നതാണ് ദുബായ് മറീന എന്ന് പറയുന്ന സ്ഥലം. ദുബായിയുടെ ഒരു അൾട്രാ മോഡേൺ സൈഡാണ് ദുബായ് മറീന എന്ന് പറയുന്ന സ്ഥലം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇപ്പൊ നമ്മൾ ആ ട്രങ്ക് ആ തടി ഭാഗത്താണ് നിൽക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ ഭാഗത്ത് 2 സൈഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നേരത്തെ കണ്ട ബ്രൗൺ കളർ പോലത്തെ ബിൽഡിങ്ങുകളാണ്. അതിന് പറയുന്ന പേരാണ് ഷോർട്ട് ലൈൻ അപ്പാർട്ട്മെന്റ്സ്. ഇത് കംപ്ലീറ്റ് അപ്പാർട്ട്മെന്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇറങ്ങി നിൽക്കുന്നത് കടലിലാണ്. കടലിലാണ് നിങ്ങൾ ഈ കാണുന്ന മരങ്ങൾ, കടലിലാണ് നിങ്ങൾ ഈ കാണുന്ന ചെടികൾ, കടലിലാണ് ഈ കാണുന്ന റോഡുകൾ, കടലിലാണ് ഈ നടന്നു പോകുന്ന ആളുകൾ, കടലിലാണ് ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം. കടൽ നികത്തിയെടുത്ത സ്ഥലത്താണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന അപ്പാർട്ട്മെന്റിലും കാര്യങ്ങളും ഇവിടെ പോലും നമുക്ക് എന്ത് കാണാൻ കഴിയില്ല ഓവർ ഹെഡ് കേബിളോ അല്ലെങ്കിൽ ഓവർ ഹെഡ് വയേഴ്സോ
ഡ്രെയിനേജസോ ഒന്നും കാണാൻ സിറ്റി ലിമിറ്റ്സ് എങ്ങനെയാണോ അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഭാഗം. ഈ ഐലൻഡ് ഉണ്ടാക്കിയെടുക്കാൻ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടില്ല, റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഉപയോഗിക്കാതെയാണ് ഐലൻഡിന്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം വെറും മണ്ണും കല്ലും കൊണ്ടിട്ട് ഡംപ് ചെയ്തിട്ടാണ് ഈ കാണുന്നതാണ് കടൽ കുഴിച്ചിട്ട് ആളുകൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ഈ കുഴിച്ചെടുക്കുന്നതും ഈ ഉണ്ടാക്കുന്ന കോൺക്രീറ്റിങ്ങും മൊത്തം പൈലിങ്ങും മൊത്തം എവിടെയാണ്? കടലിന്റെ ഉള്ളിലാണ്. ഈ കടലിലാണ് ഇത്രയും കാര്യങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കാണുന്ന കോർണറിൽ കാണുന്നതാണ് പാം ജുമേര വില്ല എന്ന് പറയുന്നത്. പാം ജുമേരയിലെ ഏറ്റവും ലോക പ്രശസ്തമായിട്ടുള്ള വില്ലകൾ നമ്മുടെ നാട്ടിൽ ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ശില്പ ഷെട്ടി, സഞ്ജയ് ദത്ത് ഇങ്ങനത്തെ എല്ലാ ആളുകളും ദുബായിൽ വില്ല മേടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗ്രീൻ പ്രോപ്പർട്ടീസ് ആണെന്ന് പറയുന്നത് പാം ഐലൻഡ് എന്ന് പറയുന്ന ഭാഗത്ത്. കൂടാതെ കുറച്ച് വർഷങ്ങൾ കുറച്ച് കുറവ്. ഇത് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും കാണുന്ന വലിയ പ്രൊപ്പല്ലേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന അറബിക്കടലിന്റെ ഭാഗമായിട്ടുള്ള കടലിന്റെ താഴത്തോടെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഇതിന്റെ ഡീപ്പസ്റ്റ് പോയിന്റ്. നമ്മൾ സാധാരണ സ്ട്രേറ്റ് ലൈൻ പോലെയല്ല ഉണ്ടാക്കിയുള്ള ഒരു കേർവി ആയിട്ടുള്ള ലൈൻ പോലെയാണ് ഉണ്ടാക്കിയുള്ള. രണ്ട് സൈഡിലും കടലിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കോൺക്രീറ്റ് റോഡും ടണലും ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ കടലിലേക്ക് തുറന്നുകൂടെ ചെയ്തത്. മുകളിലൂടെയാണ് ബോട്ടുകൾ പോകുന്നത്, എന്താ പറയുക, സ്കീ ജെറ്റുകൾ പോകുന്നതൊക്കെ മുകളിലൂടെയാണ്. ഇത് നമ്മൾ കയറി പോകാൻ പോകുന്ന ഭാഗം. പേർഷ്യൻ ഗൾഫിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കാണാൻ പോകുന്നത് കടലിന്റെ ഏറ്റവും മനോഹാരിത എങ്ങനെയാണ്. ഒരു ബിൽഡിംഗ് മേടിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണാൻ പോകുന്നത്? ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഫാമിലൊരു വില്ല വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കാണാൻ പോകുന്നത്? ആ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലാന്റിസിൽ റൂം എടുത്താൽ കടലിൽ നിങ്ങൾ എങ്ങനെയാണ് കാണാൻ പോകുന്നത്? അതിന്റെ ഒരു ചെറിയ അറ്റ്ലീസ്റ്റ് ഒരു 35% നമുക്ക് ഈ ഒരു പോയിന്റ് ഒന്ന് കാണാൻ പറ്റും. ഇത്രയും ഭംഗിയിൽ അറബിക്കടലിന്റെ കാഴ്ച തരുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ് പാം ഐലൻഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നേരെ വലതുവശത്ത് നോക്കുക. ഈ കാണുന്നതാണ് പേർഷ്യൻ ഗൾഫിന്റെ അല്ലെങ്കിൽ പേർഷ്യൻ എന്താ പറയുക കടലിലേക്ക് സൂര്യാസ്തമിക്കാൻ പോകുന്ന സമയമാണ്. സന്ധ്യ സമയം. എങ്ങനെയുണ്ട് ദുബായ്? അതെ, ഈ കാണുന്നതാണ് ക്രസന്റ് എന്ന് പറയുന്നത്. ഈ ഭാഗം നമ്മുടെ നാട്ടില് പുലിമുട്ട് എടുക്കുന്നത്. പുലിമുട്ട് എന്താണ്? കടലിന്റെ എല്ലാ അക്രമത്തിൽ ചെറുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ എങ്ങനെ പുലിമുട്ട് ഉണ്ടാക്കാം? ഒരു പ്രോജക്റ്റ് ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് കല്ലങ്ങളും അല്ലേ? അതെന്ത് ചെയ്യും? ഒരു കടല് തിരുവനന്തപുരം ഒറ്റടി അങ്ങോട്ട് കൊണ്ടുപോകും കടലിന്റെ ഉള്ളിലോട്ട് അല്ലേ? പക്ഷെ ഈ കാണുന്നത് ഓരോ വെയിറ്റും മെഷർ ചെയ്ത പാറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറയുടെ വെയിറ്റ് എത്രയായിരിക്കണം? അത് എങ്ങനെ മെഷർ ചെയ്യുന്നത്? ഇവിടെ വരാൻ പോകുന്ന കടലിന്റെ തിരമാലയുടെ ശക്തി എത്രയാണ് എന്ന് വർഷങ്ങളോളം അസസ് ചെയ്തിട്ട് അതിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ തിരമാലത്തെ എത്ര ശക്തി ഉണ്ടായിരിക്കും, അതിനെ ഡിസോൾവ് ചെയ്യാൻ എത്ര വീതി വേണം, എത്ര ലെങ്ത് വേണം, എത്ര ഡെപ്ത് വേണം, അതിന് എങ്ങനത്തെ കല്ലുകൾ വേണം എന്ന് പ്രോപ്പർലി പഠിച്ചതിന് ശേഷം അത്തരത്തിലുള്ള കല്ലുകൾ അളന്നു തൂക്കി പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണെന്ന് പറയുന്നത് ക്രസന്റ്, അല്ലെങ്കിൽ ഇതാണ് പുലിമുട്ട്. ആക്ച്വൽ പുലിമുട്ട് പറഞ്ഞതാണ് ഈ കാണുന്നതാണ്. ഓക്കെ, അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു പ്രൊട്ടക്ഷൻ വാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി മില്യൺ ഡോളർ പ്രോജക്റ്റ് ആണ് ഈ കാണുന്നത്. കാരണം വീടിന്റെ ഏറ്റവും വലിയ നമുക്ക് അതിനകത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ബൽക്കീസ് റെസിഡൻസ് എന്ന് പറയുന്ന ഭാഗം. ഈ കാണുന്നത് വിന്ദം ഹോട്ടലിന്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം. അപ്പോൾ ആ ഭാഗത്ത് അത്രയും കാശ് കൊടുത്ത ഒരാൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സേഫ്റ്റിയാണ് ആദ്യം അല്ലെ, ഇമ്പോർട്ടൻസ് സേഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ കടലിന്റെ ഒരു തിരമാലയോ മറ്റുള്ള കാര്യങ്ങളുണ്ടാകുന്ന അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഒരു ജിയോഗ്രഫിക്കലി ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വലിയ സുനാമിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ തിരമാലകൾ ക്രാഫ്റ്റ് ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇത് പേർഷ്യൻ ഗൾഫാണ്. കടലിനെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജലത്തിന് 3 ഭാഗമായിട്ട് തരംതിരിച്ചുള്ളത്. ഒന്നിനെ പറയുന്നത് ഓഷ്യൻ. ഓഷ്യനാണ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. കേട്ടോ, അസ്തമിക്കാൻ പോവാണ്. ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ എടുക്കുക. വെള്ളത്തിൽ ടച്ച് ചെയ്തു കേട്ടോ. ടച്ച് ചെയ്തവിടെ കറക്റ്റ് ടൈമിൽ ടച്ച് ചെയ്ത് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. അറ്റ്ലാന്റിസ് നമ്മൾ പേര് കേട്ടിട്ടുണ്ടോ? അറ്റ്ലാന്റിസ് സമുദ്രത്തിന്റെ ദേവനാണ്. പോസിഡോൺ എന്ന് പറയുന്ന ദേവൻ.
ഇദ്ദേഹത്തിന് 10 മക്കളുണ്ടായിരുന്നു. 5 ഇരട്ടകളായിരുന്നു, 10 ആൺമക്കൾ. 5 ഇരട്ടകളിൽ 10 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ മൂത്ത പുത്രനായിരുന്നു അറ്റ്ലസ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ നഗരത്തിന്റെ പേരാണ് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിത്തോളജി, ഒരു കഥ കൂടെ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. കാരണം ലോകത്തിലെ കരയിലെയും വെള്ളത്തിലും ചേർത്ത് നിൽക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഉണ്ടാക്കിയത്, ആ ഒരു നഗരം ഉണ്ടാക്കിയത്. ഇതും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ ഈ കാണുന്ന പ്രൊജക്ടിന്റെ ഈ എൻഡിലാണ് നമ്മൾ കാണാൻ പോകുന്ന അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഭാഗമുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിനെയും കടലിനെയും ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു ഭാഗം, അതാണ് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അന്ന് ഗ്രീക്ക് മിത്തോളജിയിൽ ആ കാലത്ത് ലോകത്തിലെ ഏറ്റവും സുശക്തമായിട്ടുള്ള ഭരണകൂടമായിരുന്നു. അത്രയും സമ്പത്തും അത്രയും അധികാരവും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ഭരണകൂടം കുറച്ചു കാലം നീണ്ടു നിൽക്കുകയും പിന്നെ അവിടുത്തെ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്രയും പൈസ വരാനും മരുഭൂമിയിലേക്കാണ് ഇപ്പോഴും 18 തികഞ്ഞ് വിസ എടുത്ത് ആദ്യം നമുക്ക് ഗൾഫിൽ പോവാം അല്ലേ? അതിൽ ദുബായിലേക്ക് ആദ്യം വരുന്നത്, സൗദിക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്കോ ആണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ദുബായിലേക്കാണ്. അങ്ങനെ ഇത്രയും ആളുകൾ ഒരു ഇഷ്ട കേന്ദ്രമായിട്ട് സ്ഥലത്തിന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. അത്തരത്തിൽ ചെയ്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു വിഷനാണ് ഈ കാണുന്ന അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഹോട്ടൽ. ഇതൊരു സബ്മേഴ്സ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജബൽ ജയ്സ് എന്നുള്ള ഒരു സ്ഥലത്താണ്. ദുബായ് യാത്രയിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി ലൊക്കേഷനാണ് ഈ ജബൽ ജയ്സ്. അതായത് ദുബായ് ടൗണിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ റാസൽ ഖൈമയിലെത്തും. റാസൽ ഖൈമ എമിറേറ്റ്സിൻ്റെ
അവിടെ നിന്നാണ് ഈ ജബൽ ജൈസ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു യൂറോപ്യനിലൊക്കെ കാണുന്ന പോലെയുള്ള അടിപൊളി കർവ്ഡ് മൗണ്ട് വഴികളൊക്കെയാണ് ഈ പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഒരു ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതോടെ തന്നെ എന്താ പറയുക, ടെമ്പറേച്ചറിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഫേമസ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജെയ്സ് ഫ്ലൈറ്റ് സിപ്പ് ലൈനാണ്. അതായത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ ഇവിടെയുള്ളതെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റേ ചെയ്ത് ഡിന്നറൊക്കെ ഉണ്ടാക്കി ക്യാമ്പൊക്കെ ചെയ്തിട്ട് ഇവിടെ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറയാം. ശരിക്കും നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിലൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലിംഗാണ് പറയുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഈ കാൽസ്യം കാർബണേറ്റ് വന്ന് അടിഞ്ഞുകൂടി കംപ്ലീറ്റ് ലൈം സ്റ്റോണുകളാണ് ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെങ്ങനെ രൂപപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ റാസൽ ഖൈമ പ്രദേശം കംപ്ലീറ്റ് കടലിൻ്റെ അടിയിലായിരുന്നു. അന്ന് ആ ചെറിയ സമുദ്രജീവികൾ, ഷെല്ല്, കോറൽ ഫ്രാഗ്മെൻറ്റ്, പിന്നെ മറൈൻ സെഡിമെൻറ്റ്സ് ഇവയെല്ലാം അടിഞ്ഞുകൂടി ഒരുപാട് സമയം കഴിഞ്ഞ് കെമിക്കൽ റിയാക്ഷനിലും കൊണ്ട് ലൈം സ്റ്റോൺ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. അതായത് ജബൽ ജൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കടൽത്തട്ടിൻ്റെ ഫോസിൽ എവിഡൻസ് ആണ് നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റുന്നത് പറയാം. ഈ മല എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ടെക്ടോണിക് മൂവ്മെൻറ്റ്, എർത്ത് പ്ലേറ്റ് മൂവ്മെൻറ്റ് കാരണം ഈ സീബഡ് റോക്സ് മേലേക്ക് ഉയർന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ മൗണ്ടൈനും ലെയേഴ്സും പിന്നെ ഫോസിൽ ട്രേസസ് ഒക്കെ വിശദീകരിച്ച് കാണാൻ പറ്റുന്നറിയാം. ഇത് ഈ ജബൽ ജൈസ് റൂട്ടിലൂടെ പോകുമ്പോൾ അടിപൊളിയൊരു സംഭവം തന്നെയാണ്. നല്ല നല്ല അടിപൊളി റോക്സും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്നറിയാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ പോകുമ്പോൾ ഉള്ളത്.
ഉണ്ട്